കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഒരു ഇത്തിനീട്ടവും പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നിരുന്നത്. ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞത് കേട്ടാ. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ രാജു? ഈ ടിനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും? അവന് ഭ്രാന്താണെന്ന് തോന്നുന്നു അറിയാട്ടെ. അവന് ഭ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിലപ്പോ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഈ പണി ചെയ്യൂ? അതന്നെ. എന്താണ് പുള്ളി പറയുന്നത്? ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണ് പിന്നെ എനിക്ക് പ്രേം നസീർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്നാണ് എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടും. എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. എന്നോടൊക്കെ ദൈവം ചോദിക്കണോ? എന്നോട് ഇത് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. മണിയമ്പിള്ള രാജു ഒരിക്കലും അങ്ങനെ പറയുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ആരെ പറ്റിയും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് നസീറിന്റെ നിങ്ങൾ വലിയൊരു ഫാനാണെന്ന് എനിക്കറിയാം. അയക്കെന്തറ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ജനമുണ്ട് ഇവിടെ. അവരെല്ലാം ടിനിയെ കല്ലെറിയും. അതെ അതെ, വെടിവെച്ച് കൊല്ലണം അതിനെ. ആരോ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോ ഫൗണ്ടേഷൻകാര് വിളിച്ചിരുന്നു, അവർ കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെന്നോ കോഴിക്കോട് നിന്ന് എവിടെന്നൊക്കെ കേസ് വരുന്നുണ്ട്. അപ്പോ തോമാച്ചൻ സ്റ്റേഷൻ വരെ വരേണ്ടി വരും. അത് ഞാൻ ഇയാൾ ഇത് പക്ഷെ അതുകൊണ്ട് രാജുവിന്റെ തലയിൽ വെക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എവിടെന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ഇവന് അഹങ്കാരം തലക്ക് കയറിയതാണ്. എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട്. രണ്ട് പടം വന്ന ഉടനെ ഒരു പരിസരം പറഞ്ഞ് പണ്ട് നടന്ന രീതിയിലൊക്കെ മറക്കുന്ന ആൾക്കാരെ ചെയ്യാൻ പാടില്ല. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.